നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു വിഷുക്കാലം കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ഈ മകം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം മുതൽ ഒരു വർഷത്തേക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വിഷുവിന് മുമ്പായിട്ട് തന്നെ ഫലങ്ങള് പ്രവചിക്കുന്നതാണ്. ഈ സമയം അത്ര നിമിത്ത ഫലങ്ങള് നന്നായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷുഫലം താമസിച്ചത്. നിമിത്തങ്ങളെല്ലാം നന്നായി വന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു ഫലപ്രവചനം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഈ മകം നക്ഷത്രക്കാർ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവർക്ക് വരുന്ന ഭാഗ്യ ദൗർഭാഗ്യങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നതാണ്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മകം നക്ഷത്രം എന്താണ്, ഇവരെങ്ങനെയാണ് എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ അറിയാവുന്നവര് നേരെ ഫലത്തിലേക്ക് പോകാവുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവര് ഈശ്വരവിശ്വാസികളൊക്കെ ആയിരിക്കുന്ന ആളുകളാണ്. സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുമാണ് ഇവര്. അന്യർക്ക് വേണ്ടി എന്തു ത്യാഗവും ചെയ്യാനായിട്ട് ഇവര് തയ്യാറാകുന്നതാണ്. കൂടുതൽ ആളുകളും ആർഭാടരഹിതമായിട്ടുള്ള ഒരു ജീവിതമാണ് കാക്ഷിക്കുന്ന. ഒരുപാട് പണമുണ്ടെങ്കിലും ഇവര് ആർഭാടം ഇല്ലാതെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇവര് സൗമ്യ പ്രകൃതക്കാരാണെങ്കിലും ക്ഷിപ്രകോപികളായിട്ടാണ് കണ്ടുവരുന്നത്. പ്രവർത്തന രംഗത്ത് 100% സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവര്. ഇവരുടെ ഈ മുൻകോപമൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശോഭിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നതാണ്. പൊതുജന സേവന രംഗത്ത് വ്യക്തിമുദ്രയൊക്കെ പതിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് പല പരിവർത്തനങ്ങൾക്കും ഇടയാകുന്ന ഒരു നക്ഷത്രക്കാരാണ്. സ്ഥിരമായിട്ട് ഇവര് സാധാരണ ഒരു രംഗത്തും ഉറച്ചു നിൽക്കാത്ത ആളുകളാണ്. ജീവിതത്തിൽ ഒന്നിലധികം തൊഴിലുകൾ ചെയ്യേണ്ടി വരുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ മകം നക്ഷത്രക്കാര്. സ്ഥിരമായിട്ട് ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകും. ആരെയും വകവയ്ക്കാത്ത ഒരു പ്രകൃതക്കാരായിരിക്കും ഇവര്. വിവാഹ ജീവിതം വിജയപ്രദം ആകുന്നതാണ് 90% ആളുകൾക്കും. ചില ആളുകൾക്ക് എന്നാൽ പരാജയമായി മാറുന്നുണ്ട്. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ഒരു 10% ആളുകൾക്കാണ്. പങ്കാളിയുടെ രോഗവും വിപരീത സ്വഭാവവും കൂടുതലായിട്ടും ഇതിന് കാരണമാകുന്നുണ്ട്. സ്ത്രീകള് മകം നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മകം നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും നമ്മൾ ഒരു വർഷത്തെ ഫലങ്ങൾ 4 തിരിച്ച് പ്രധാനപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് ഏപ്രിൽ 15, മെയ്, ജൂൺ ഈ മാസത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. ഈ സമയത്ത് ഈ മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഗൃഹ അന്തരീക്ഷമൊക്കെ സന്തോഷപ്രദമാകുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുക്കളെയൊക്കെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. കുടുംബത്തില് ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളൊന്നുമില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് പുരോഗതി കാണപ്പെടും. അത് ബിസിനസ് ആവട്ടെ, തൊഴിലാവട്ടെ, എന്തുമാവട്ടെ, ആ കർമ്മരംഗം എന്താണോ അതിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ലൊരു സമയം ആണ്. മനോവിഷമതകളൊക്കെ ഉണ്ടായിരുന്നത് മാറുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ പാർട്ണർഷിപ്പോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും ചെയ്യുവാനും ഒക്കെ തുടങ്ങുന്ന ഒരു സാധ്യതയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്നതാണ്. വളരെയധികം ഈശ്വര അനുഗ്രഹമുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ്. ഇനിയും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. സന്താനങ്ങൾ മൂലം പ്രശസ്തിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ സമയത്തും സാമ്പത്തിക നേട്ടം വളരെയധികം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കൊടുക്കാനുണ്ടായിരുന്ന കടങ്ങളൊക്കെ കൊടുക്കുകയും നിങ്ങൾക്ക് കടത്തിൽ നിന്നൊരു മോചനം ലഭിക്കുകയും നിങ്ങൾ കിട്ടാനുണ്ടായിരുന്ന പണം തിരികെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. സ്ഥാനലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സ്ഥാനം കൊണ്ട് നിങ്ങൾക്ക്
പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ സാധിക്കുന്നതാണ്. ശത്രുക്കൾക്ക് പൂർണ്ണമായിട്ടും നാശമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്, സ്ത്രീക്കെന്നോ പുരുഷനെന്നോ മാറിയുള്ള ഒരു ഫലമല്ല. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ രണ്ട് കൂട്ടർക്കും ഇത് ബാധകമാണ്. ശരീരത്തിന്റെ ശക്തിയൊക്കെ കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യായാമക്രമങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. മകം നക്ഷത്രക്കാരുടെ ഇനി വരുന്ന 6 മാസങ്ങൾ വളരെയധികം നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. ഇതില് നിങ്ങൾ വരുന്ന അവസരങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഗ്രഹാന്തരീക്ഷമൊക്കെ സന്തോഷകരമായിരിക്കും. നിങ്ങൾക്ക് ഈ സമയവും സാമ്പത്തിക നേട്ടം വളരെ ഉണ്ടാവുന്നുണ്ട്. ശത്രുക്കളെയൊക്കെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. അവിവാഹിതരായവരുടെ വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സ്ഥാന ചലനത്തിനും സാധ്യതയുണ്ട്. പ്രമോഷനോടുകൂടിയുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊരു മാറ്റം, ഭവനഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഭവനമൊക്കെ വയ്ക്കുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ്. കൂടാതെ വാഹന ഭാഗ്യവും ലോട്ടറി ഭാഗ്യവും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളുടെ ആരോഗ്യനില നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഭവനത്തിൽ നിന്നൊക്കെ മാറിക്കഴിയേണ്ടതായിട്ടുള്ള ഒരു സമയം ആണ് ഇത്. ബന്ധുക്കളുമായിട്ട് വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിരോധമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കുറെ കാലമായിട്ട് നിർത്തിവെച്ചിരുന്ന ജോലികളൊക്കെ നിങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അകലാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യത്തിനൊക്കെ ചെറിയൊരു പ്രശ്നം വരുന്നതാണ്. മനസ്സിൽ അശാന്തി നിറയുന്ന ഒരു സമയമാണ്. വിഷ്ണു ക്ഷേത്രത്തില് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം എടുക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മകം നക്ഷത്രക്കാർക്ക്, അതായത് 2027 തുടക്കം അത്ര നല്ലതല്ല. എന്നാലും ഇനി വരുന്ന 9 മാസക്കാലം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. ഈ സമയം നിങ്ങൾ വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ അടുത്ത 3 മാസത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിച്ചു പോകാവുന്നതാണ്. ഇത് ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അനുഭവത്തിൽ വരുന്ന ഒരു ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചിലപ്പോൾ ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ജീവിതത്തിലെ വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാ മകം നക്ഷത്രക്കാരും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരവരുടെ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.